ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലെ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വിവിധ വിഷയങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ 11 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കൂടെ വായിക്കുകയും അതിലെ വിഷയങ്ങൾ നമുക്കൊക്കെ ഹൃദയസ്ഥമായിരിക്കുന്ന വിഷയങ്ങളാണ്. കേട്ട വിഷയങ്ങളും വായിച്ചതും ധ്യാനിച്ചതും ആരാധനയ്ക്കും മറ്റുമായ ചിന്തകൾ പറയുന്നതൊക്കെയായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിൻ്റെ വിവിധ വിഷയങ്ങൾ മുന്നോട്ട് പങ്കുവച്ചു പോകുന്നു. ഈ ക്ലാസ്സുകൾ കൊണ്ട് പുതിയ പുതിയ ആലോചനകളും പ്രകാശനങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ കാനായിലെ കല്യാണം നമ്മൾ സൺഡേ സ്കൂൾ മുതൽ തന്നെ പഠിച്ചു വരുന്ന ഒരു വിഷയമാണ്. ഈ കാനായിലെ കല്യാണം, കർത്താവ് ചെയ്ത ആദ്യത്തെ അടയാളം എന്ന് യോഹന്നാൻ ഈ സംഭവത്തെക്കുറിച്ച്, അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രായോഗികമായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകാനായിട്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം, അത് നടക്കുന്ന വിഷയം, പ്രതിപാദിക്കുന്ന വിഷയം അതുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട ആത്മിക പാഠങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആ വിഷയങ്ങളെ, വാക്യങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ കൂടുതൽ പ്രകാശനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നു. അപ്പോൾ ഓരോ വ്യക്തികളും ദൈവത്തിൽ ആശ്രയിച്ച് വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കൂടുതൽ വിശാലമായ ആശയങ്ങൾ, ബൃഹത്തായ ആശയങ്ങളൊക്കെ ലഭിക്കും. ദൈവവചനത്തോട് ചേർന്ന് നമ്മളത് പഠിച്ചു പോകുമ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് അത് പ്രോത്സാഹനമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ വാക്യം 2-ാം അധ്യായം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഇവിടെ അതിനു മുമ്പുള്ള വിഷയം നദനേലുമായിട്ടുള്ള യേശു കർത്താവിൻ്റെ അഭിമുഖ സംഭാഷണമാണ് നമ്മൾ 1-ാം അധ്യായം അവസാന ഭാഗത്ത് കാണുന്നത്. നദനേലുമായിട്ടുള്ള സംവാദം നടന്നതിന് ശേഷം 3-ാം ദിവസം. അപ്പോൾ യോഹന്നാൻ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ, വളരെ ഒരു ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നടക്കുന്ന, നമ്മളൊരു ഡയറിക്കുറിപ്പ് എഴുതുന്നത് പോലെ യേശു കർത്താവിൻ്റെ പ്രവർത്തന മേഖലയെ, യേശു ക്രിസ്തു ദൈവം എന്നുള്ള നിലയിൽ ചെയ്ത കാര്യങ്ങളെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു വരുന്ന ഒരു അവതരണ ശൈലിയാണ് യോഹന്നാൻ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നമ്മളെ ഒത്തിരി അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഹൃദ്യമായി ഹൃദയത്തോട് സംവാദിക്കുന്ന നിലയിലാണ് ഈ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ യോഹന്നാൻ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വായിക്കുന്ന വ്യക്തികൾ എൻ്റെ ഉള്ളിൽ എന്താണോ, അല്ലെങ്കിൽ ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളണം എന്നുള്ളൊരു ചിന്ത ഈ എഴുത്തുകാരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയാണ്, നദനേലുമായിട്ട് സംവാദിച്ചു. ആ സംസാരത്തിൽ അദ്ദേഹം അവിടെ ഉണ്ട്, സന്നിഹിതനാണ്. അപ്പോൾ ആ സംവാദത്തിന് ശേഷം ആ വിഷയം 3-ാം നാൾ, 3 ദിവസം കഴിഞ്ഞ് കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നടക്കുന്ന ഒരു വിഷയങ്ങൾ പോലെ, നമ്മളുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയം പോലെ ആ വിഷയങ്ങളെ പറഞ്ഞു വരികയാണ്. എന്നാൽ അതിനകത്ത് യോഹന്നാൻ ഒരു പ്രത്യേക വിഷയം, ആ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു കല്യാണം യഹൂദയിലുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബവുമായിട്ട്, ഒന്നെങ്കിൽ മറിയയുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ വിവാഹ ശുശ്രൂഷയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യഹൂദ വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക. യഹൂദ വിവാഹങ്ങളിൽ നമുക്കുണ്ട് പെണ്ണുകാണൽ ചടങ്ങുണ്ട്, വിവാഹ നിശ്ചയമുണ്ട്, വിവാഹമുണ്ട്. ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് നമ്മളൊക്കെ നമ്മളുടെ രാജ്യത്തും നമ്മളുടെ ഇടയിലും വിവാഹം. ഇത് ഏകദേശം ആ ഒരു ജൂവിഷ് സിസ്റ്റവുമായിട്ട് ചേർന്ന് തന്നെ പോകുന്ന വിഷയം. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. 3 സ്റ്റേജുകളാണ് ജൂവിഷ് കല്യാണത്തിനുള്ളത്. അതിലൊന്ന് ഷിദുക്കിം എന്ന് പറയും,
അതായത് പെണ്ണ് കാണൽ ചടങ്ങ് നമ്മുടെ ഭാഷയിൽ പറയാം. അവിടെ പെണ്ണിനെ കാണുകയും പെണ്ണും ചെറുക്കനും തമ്മിൽ പരസ്പരം കാണുകയും അവരുടെ കുടുംബങ്ങൾ തമ്മിൽ സ്ത്രീധനമൊക്കെ സംബന്ധിച്ച് ഒരു ധാരണയൊക്കെ വിവാഹപരമായിരിക്കുന്ന ഒരു ധാരണയിൽ അവരെത്തുന്നു, അത് രേഖയാക്കി വെക്കുന്നു. അപ്പൊ നമ്മളൊക്കെ വാക്കാൽ പറഞ്ഞു വെക്കുന്നത് പോലെ നമ്മൾ രേഖയാക്കുന്നത് വിവാഹ നിശ്ചയത്തിന്റെ അന്നാണ്. എന്നാൽ അവര് ഈ പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം അവർക്ക് പരസ്പരം ഇഷ്ടമായി എന്നറിയുമ്പോൾ അവിടെ വെച്ച് തന്നെ അവരൊരു രേഖ തയ്യാറാക്കുന്നു. അതിനാണ് ഷിദുക്കിൻ കാലയളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ്. രണ്ടാമതായിട്ട് പറയുന്നത് എറൂസിൻ എന്ന് പറയുന്നതാണ്. അത് വിവാഹ നിശ്ചയം. ആദ്യത്തേത് വിവാഹ ആലോചനയായിട്ട് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം, ഷിദുക്കിൻ. രണ്ടാമത്തേത് എറൂസിൻ എന്ന് പറയും, അത് വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിവാഹവുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് ചേരുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വിവാഹ നിശ്ചയ ശേഷം അവർ പരിഗണിക്കപ്പെടുന്നത് അവർ വിവാഹിതരാണ് എന്നുള്ള നിലയിലാണ് അവരെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരു വേർപിരിയൽ അവിടെ അനുവദനീയമല്ല. അതാണ് ജൂയിഷ് കൾച്ചറിലെ ഒരു സിസ്റ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പുരാതന കാലം മുതലേ ആ ഒരു സിസ്റ്റം അവിടെയുണ്ട്. അവരെ വിവാഹിതരായിട്ട് പരസംഗം മൂലമല്ലാതെ ഒരു വിവാഹ മോചനം അവിടെ അനുവദനീയമല്ല. അതാണ് ജൂവിഷ് കൾച്ചറിൽ. നമുക്കറിയാം, ജോസഫും മറിയും, യേശുവിന്റെ അമ്മയായിരിക്കുന്ന ജോസഫിനോടും മറിയോടും ഉള്ള ബന്ധത്തിൽ നമ്മൾ ഈ വിഷയം കാണുന്നുണ്ട്. നിശ്ചയശേഷം മറിയ ഗർഭിണിയാണെന്നറിഞ്ഞ് ജോസഫ് ഗൂഢമായിട്ട് മറിയയെ ഉപേക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു വിഷയം കാരണം കൊണ്ടാണ്. കാരണം ഇവർ ഓൾറെഡി എൻഗേജ്ഡ് ആണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. പിന്നീട് അവർ കൂടി വരും മുമ്പേ മറിയ ഗർഭിണിയായത് വിവാഹമോചനത്തിലേക്ക് പോകേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ജോസഫ് നീതിമാനായതുകൊണ്ട് അത് രഹസ്യത്തിൽ ചെയ്യുവാനായിട്ട് താൻ ഹൃദയത്തിൽ ചിന്തിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെട്ട് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്യുന്ന വിഷയം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 വർഷത്തെ കാലയളവുണ്ട്. ഈ സമയത്ത് വധുവിനോട് കൂടെ പാർക്കുവാനായിട്ടുള്ള ഭവന ക്രമീകരണവും മറ്റു കാര്യങ്ങളൊക്കെയാണ് വരൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ക്രമീകരണം പുരുഷൻ ചെയ്യേണ്ടതിന് വേണ്ടി ഏകദേശം 1 വർഷത്തെ കാലയളവ് അനുവദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ നിസുയിൻ എന്ന് പറയുന്ന ഒരു കാലയളവുണ്ട്. അവിടെ ആക്ച്വലായിട്ട് വധുവിന്റെ വീട്ടിൽ ചെന്ന് വരൻ ചെന്ന് വധുവിനെ കൂട്ടി തൻ്റെ പുതിയ ഭാണ്ഡനെ താൻ എവിടെയാണോ വധുവിന് വേണ്ടി വസിക്കുവാൻ ഇടമൊരുക്കിയിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയും അവർ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഇത് ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങളാണ്. വരൻ വധുവിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞ് വിവാഹ സദ്യ നടക്കുന്നു. അപ്പം വിവാഹവും വിവാഹ സദ്യയും നടക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലാണ് ജൂയിഷ് കല്യാണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ കാനായിലെ കല്യാണത്തിൽ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. വിവാഹ സദ്യക്ക് വേണ്ടി യേശുവിനെയും അമ്മയെയും ശിഷ്യന്മാരെയും വീട്ടോടെയവരെ ക്ഷണിച്ചിരിക്കുന്നു. ഇവരവിടെ ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള, നമ്മൾക്ക് ജീവിതത്തിൽ നൽകുന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട്. അത് ലളിതമായിട്ട് നമുക്ക് പങ്കുവെച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏത് വിഷയം പഠിക്കുമ്പോഴും ആ വിഷയത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണ് ദൈവം തരുന്ന സന്ദേശം എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുകയാണ് ദൈവവചന പഠനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും 2ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, യേശു കർത്താവ് പരസ്യമായി ശുശ്രൂഷ വേദിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. താൻ അത്ഭുത പ്രവൃത്തിയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ തനിക്ക് ശിഷ്യന്മാരുണ്ട് കൂടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഏകദേശം 5 പേര് ഇപ്പോൾ ഇനീഷ്യലി ആയിട്ട് കർത്താവിന്റെ കൂടെയുണ്ട്. ഈ 5 പേരെയും ഈ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 5 പേരും കർത്താവിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ മറിയയുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് ഓൾറെഡി ഇവരെ ക്ഷണിച്ചിരിക്കുന്ന വ്യക്തികൾ അംഗീകരിച്ചു കഴിഞ്ഞു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആളുകളെ കൂടി വിളിക്കുന്നത് പോലെ ഒരു വേദിയായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പൊ സോഷ്യൽ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായിട്ട് അവതാരമെടുത്തപ്പോൾ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായിട്ട് കർത്താവ് ഐസൊലേറ്റഡ് ആയിട്ട്, വേർപെട്ടല്ല കർത്താവ് ജീവിച്ചത്. നമ്മൾ പലപ്പോഴും വിശ്വാസികൾ വേർപാടുകാരാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഭയങ്കര ഭക്തി നടിച്ച് ലോകത്തിൽ നിന്ന് സമ്പൂർണ്ണ ലോകക്കാരെ കണ്ടാൽ മിണ്ടത്തില്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടാൽ മിണ്ടത്തില്ല, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടത്തില്ല. എല്ലാവരും ഒന്നുമല്ല കേട്ടോ, അല്ലാതെ ഇടപെടുന്നവരൊക്കെ ഉണ്ട്.
അപ്പം നമ്മൾ നമ്മൾ ഏതാണ്ട് വിശുദ്ധ ഗണമാണ്, ഗണമൊക്കെ വിശുദ്ധമാണ്, കാര്യങ്ങളൊന്നും സംശയമില്ല. പക്ഷെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തോടുള്ള ബന്ധം, ഇത് പലപ്പോഴും വിശ്വാസികളുടെ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. അത് പല വിശ്വാസികളെ കുറിച്ചും സമൂഹത്തിനുള്ള കംപ്ലൈന്റ് അതാണ്. അവർ വലിയ വിശ്വാസികളൊക്കെ ആണെങ്കിലും സാമൂഹിക വിഷയങ്ങളിൽ ആവശ്യങ്ങൾ വരുമ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ഇടപെടത്തില്ല എന്നൊക്കെയുള്ള പരാതികൾ വരാറുണ്ട്. എല്ലാവരെയും കുറിച്ചല്ല, സാമൂഹിക വിഷയങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന വിശ്വാസികളുണ്ട് എന്നുള്ള വിഷയം ഞാൻ ഓർമ്മിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്, കർത്താവ് ദൈവപുത്രനാണ്, താൻ ദൈവമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ താൻ മനുഷ്യവേഷമെടുത്ത് കർത്താവ് ഇരിക്കുമ്പോൾ, കർത്താവ് തൻ്റെ കുടുംബപരമായ, മാനുഷികമായ, സാമൂഹികമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് കർത്താവ് വിവാഹത്തിന് പോയി. വിവാഹത്തിന് ചെല്ലുമ്പോൾ അവിടെ തുടർന്ന് നടക്കുന്ന വിഷയങ്ങളാണ് അവിടുത്തെ പ്രത്യേക വിഷയം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള വിഷയം, കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ തൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ കർത്താവ് പ്രതിജ്ഞാബദ്ധനായിരുന്നു, അല്ലെങ്കിൽ കർത്താവ് അതിന് കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഇന്നത്തെ സൊസൈറ്റിയുടെ പ്രത്യേകത എല്ലാം ഫ്ലാറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ആ വ്യക്തി ആരാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ ഉള്ള സമയത്ത് പോലും ഇന്ന് കല്യാണക്കുറി പോലും വാട്സാപ്പിലാണ് അയക്കുന്നത്. അതൊക്കെ ടെക്നോളജി പരമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം ഈ സോഷ്യൽ ഇന്ററാക്ഷൻ, സമൂഹവുമായിട്ടുള്ള ഇടപെടൽ. ഈ കർത്താവുമായിട്ട് ഈ വീട്ടിയുടെ ഇവർക്കുള്ള ബന്ധമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇൻവൈറ്റ് ചെയ്യുവാനായിട്ട് മുഖാന്തരമായി തീർന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കൊരു സാമൂഹികമായിരിക്കുന്ന ഉത്തരവാദിത്വം കൂടെ വിശ്വാസികൾക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. കർത്താവ് അത് പാലിച്ചെങ്കിൽ വിശ്വാസികളായിരിക്കും നമ്മളും അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ഒരു സമൂഹം തിയേറ്ററിലേക്ക് പോകുന്നു, മദ്യശാലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വെറുക്കൂത്തിന്റെ സ്ഥലത്തേക്ക് പോകുന്നിടത്ത് പോകണമെന്നല്ല അതിൻ്റെ ആശയം. ഇവിടെ വിവാഹ ചടങ്ങിനോടുള്ള ബന്ധത്തിൽ പണ്ടകാലത്ത് വേർപാടൊക്കെ ആചരിച്ചപ്പോൾ അവിശ്വാസികളുടെ വിവാഹത്തിന് വിളിച്ചാൽ പോലും പോകാത്ത ആളുകളുണ്ടായിരുന്നു, വേർപാടിന്റെ തീക്ഷ്ണത കൊണ്ട്. അതൊക്കെ പരിജ്ഞാനക്കുറവ് കൊണ്ടാണ്. ഈ കർത്താവ് കാണിച്ച മാതൃക എന്ന് പറഞ്ഞാൽ, വേർപാട് നല്ലതാണ്, തീക്ഷ്ണത നല്ലതാണ്, അത് ആവശ്യമാണ്. പക്ഷെ സാമൂഹിക ഉത്തരവാദിത്വം അത് കർത്താവ് കൃത്യമായിട്ട് കാണിച്ചു. കർത്താവ് ആ വിവാഹത്തിന് കടന്നു എന്ന് അവരെ ഇൻവൈറ്റ് ചെയ്തു നമ്മൾ വായിക്കുന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, കർത്താവ് ശിഷ്യന്മാരും അവിടെ എത്തിയെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മറിയയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, ഇവര് അടുത്ത ചർച്ചക്കാരായിരിക്കാം, എന്തു തന്നെ ആയിരിക്കാം, അവരുടെ കുറവുകളെ കുറിച്ച്, അല്ലെ അവർക്ക് എന്താണ് ഇല്ലാത്തത് എന്നത് സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ, ആ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മനോഭാവം മറിയക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ വിഷയം, മറിയ ഈ വിഷയമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കർത്താവ് ഒരു തച്ചൻ്റെ മകനാണ്, അവർ പുവർ ഫാമിലിയാണ്, ഇത് മൂത്ത മകനാണ് യേശു. അപ്പൊ മൂത്ത മകന്റെ അടുത്ത് വന്ന് ഈ വിഷയം പറയുകയാണ്, ഇവർക്ക് വീഞ്ഞില്ല. വിവാഹസദ്യ നടക്കുന്നു, നമുക്കറിയാം ഇന്നും വിവാഹസദ്യ നടക്കുമ്പോൾ ഭക്ഷണം തികയാതെ വരികയോ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പൻസിന് തികയാതെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ വളരെ വലുതാണ്. അതൊരു ഇൻസൾട്ടിങ് ആണ്, അപമാനകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിഥികളെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ അതിന് ഷോർട്ടേജ് വരിക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷന്റെ ഗൗരവം മനസ്സിലാക്കി ഈ മറിയ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറിയ ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഒരു കർത്താവ് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോയി ടൺ കണക്കിന് വീഞ്ഞ് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്, നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് മറിയ അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം? ഈ മറിയയുടെ ഹൃദയത്തിൽ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ മുതലുള്ള ആ ഒരു ആത്മീക ഉൾക്കാഴ്ച മറിയ ഈ ഒരു വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ആദ്യജാതനായിരിക്കുന്ന ഈ യേശു ദൈവപുത്രനാണ്, അതുകൊണ്ട് യേശുവിന് ഇത് കഴിയും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം മറിയയ്ക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ പലരും പറഞ്ഞു, സ്ത്രീയെ എന്ന് വിളിച്ചതുകൊണ്ട് മറിയയോട്
യേശു കർത്താവ് ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്നൊക്കെ പറയാറുണ്ട് ചിലര്. അങ്ങ് സ്ത്രീ എന്ന് വിളിച്ചത് ദൈവമായതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. പല വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന വിഷയം, ഇത് പ്രധാനമായിട്ടും യേശു സ്ത്രീയെ എന്ന് വിളിക്കുന്നത് അവരുടെ സംസാര ഭാഷയില്ല, കൊയിനെ ഗ്രീക്കിലാണ്. യേശു അരാമ്യ ഭാഷയിൽ സംസാരിക്കാറുണ്ട്, വാക്കുകളും പറയാറുണ്ട്. കൊയിനെ ഗ്രീക്ക് അല്ലെങ്കിൽ സംസാര ഭാഷയിലുള്ള ഗ്രീക്കാണ് യേശു സംസാരിക്കുന്നത്. കൊയിനെ ഗ്രീക്കില് ഗിനൈ എന്ന് പറയുന്ന വാക്ക് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീയെ എന്നതിന് ഗിനൈ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലെ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്ത്രീയെ എന്നും ഇംഗ്ലീഷിൽ വുമൺ എന്നും കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത് നമ്മൾ മാം എന്നോ മാഡം എന്നോ വിളിക്കുന്നത് പോലെ റെസ്പെക്റ്റോട് കൂടിയ ഒരു പേരാണത്. ഈ കർത്താവിന്റെ സംസാരത്തിലുടനീളം പല വേദികളിൽ കർത്താവ് സ്ത്രീകളെ സംബോധന ചെയ്യുമ്പോൾ സ്ത്രീയെ എന്ന് കൃത്യമായിട്ട് സംബോധന ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പല വേദഭാഗങ്ങളിൽ നമ്മുടെ ഈ വിഷയം കണ്ട വാക്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഗിനൈ എന്ന വാക്ക് മാം അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുന്ന ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബഹുമാനത്തോടെ ഉള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ അത് കർത്താവ് മറിയോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് യാതൊരു ബഹുമാനക്കുറവുമില്ല. അവിടെ കേട്ടവർക്ക് ആർക്കും ഒരു ബഹുമാനക്കുറവ് തോന്നിയിട്ടുമില്ല, മറിയയ്ക്കും അത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ മറിയയോട് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഇവര് തമ്മിലുള്ള ഒരു ഹൃദയത്തിന്റെ ഭാഷയുണ്ട്. എന്താ ഹൃദയത്തിന്റെ ഭാഷ? മറിയയ്ക്കറിയാം യേശു ദൈവപുത്രനാണ്, മിശിഹയാണ്, വീണ്ടെടുപ്പുകാരനാണ്, രക്ഷിതാവാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മറിയയ്ക്കറിയാം. ഈ വിഷയം മറിയയ്ക്കറിയാമെന്നുള്ള വിഷയം കർത്താവിനും അറിയാം. അപ്പോൾ ഇവർ തമ്മിൽ ഹൃദയത്തിന്റെ ഒരു ഭാഷയുണ്ട്. അപ്പോൾ കർത്താവ് അതേ നിലയിൽ തന്നെ മറിയ എന്താണോ യേശുവിനോട് ആവശ്യപ്പെട്ടത് അതേ നിലവാരത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുകയാണോ, സ്ത്രീയെ എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് പിതാവിന് ഒരു പദ്ധതിയുണ്ട്, ഞാനത് നിറവേറ്റുന്നതിന് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ നാഴിക വന്നിട്ടില്ല, വരുമ്പോൾ ഞാനത് ചെയ്തു കൊള്ളാം. പക്ഷെ മറിയ അടുത്ത വാക്ക് പറയുന്നിടത്താണ് അതിൻ്റെ മഹത്വം എന്നും പറയുന്നത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അനുസരിപ്പേ. അപ്പോൾ ഇവിടെ വേലക്കാരുടെ മുമ്പിൽ മറിയ ഒരു പുതിയ ലെസൺ പറഞ്ഞു കൊടുക്കുക. അതൊരു വിശ്വാസത്തിന്റെ ലെസനാണ്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവ് സ്ത്രീയെ എന്ന് വിളിച്ചിരിക്കുന്ന 4 വേദഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ട്. അതൊന്ന് വാക്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ശമര്യക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തില് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ശമര്യക്കാരിയെ സ്ത്രീയെ എന്ന് തന്നെയാണ് കർത്താവ് സംബോധന ചെയ്യുന്നത്. അതൊരിക്കലും സ്ത്രീകളെ ഹ്യൂമിലിയേറ്റ് ചെയ്തോ ഇൻസൾട്ട് ചെയ്തോ ഉള്ള ഒരു വിളിയല്ല, സ്നേഹത്തോടെയുള്ള ഒരു വിളിയാണ്. അവർക്ക് ആ സമയത്ത് കർത്താവിനോടുള്ള പ്രതികരണത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാം. അതിന്റെ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിലെ വിഷയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കൊയിനെ ഗ്രീക്കിൽ ഗിനൈ എന്ന് പറയുന്ന വാക്ക് മാം അല്ലെങ്കിൽ മാഡം എന്ന് സ്നേഹവും ബഹുമാനവും കൂട്ടി നാം ഇന്നത്തെ ഭാഷയിൽ വിളിക്കുന്നത് പോലെ ബഹുമാനത്തോടെയുള്ള ഒരു പ്രയോഗമാണ് ഗിനൈ എന്ന വാക്കിന്റെ ആശയം, അർത്ഥം, ശരിയായ ആശയം. അപ്പോൾ കർത്താവ് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് മറിയോട് സംസാരിച്ചിട്ടുള്ളത്. കർത്താവ് മറ്റ് സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും അതേ. അപ്പൊ അമ്മയോടൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും വേണ്ടേ എന്ന് ചോദിച്ചാൽ ആ ബഹുമാന സ്നേഹമൊക്കെ കർത്താവിന്റെ ഉള്ളിൽ മാനുഷികമായ നിലയിലുണ്ട്. പക്ഷെ കർത്താവ് ഇപ്പോൾ ഒഫീഷ്യലിയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ദൈവപുത്രൻ എന്നുള്ള നിലയിൽ കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് മുമ്പോട്ട് പോകുക. അതാണ് അവിടെയുള്ള കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് വളരെ ഔപചാരികമായിട്ട് തന്നെയാണ് മറിയോട് സംസാരിക്കുന്നത്. അതിനകത്ത് യാതൊരു പിശകുമില്ല, ബഹുമാനക്കുറവുമില്ല. മാതാവിനോട് അല്ലെങ്കിൽ മറിയയോട് മതിയായ ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയോട് സംസാരിക്കുമ്പോഴും സ്ത്രീയെ എന്ന് അവിടെയും ഈ ഗിനൈ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീയെ എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ വിളിക്കുമ്പോഴും ആ വ്യക്തിയോട് സംസാരിക്കുമ്പോഴും സ്ത്രീയെ എന്ന് തന്നെ കർത്താവ് അവരെ വിളിക്കുന്നുണ്ട്. അവരെ വിളിക്കുമ്പോൾ റെഫറൻസ് മത്തായി സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയോട് സംസാരിക്കുന്നു. അത് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം. എന്നാൽ കർത്താവ് അവളോട് സംസാരിക്കുമ്പോൾ സ്ത്രീയെ നിനക്ക് എന്തു വേണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ കർത്താവിന്റെ വിളിയിൽ അവര് ഫീൽ ചെയ്യുന്ന ഒരു കംഫോർട്ടുണ്ട്, ഒരു പറ്റുമാനം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു പറ്റുമാനം. എന്തും കർത്താവിനോട് പറയാം, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഈ വ്യക്തിയോട് പറയാം എന്നൊരു അറ്റാച്ച്മെന്റ് ആ ഒരു വിളിയിൽ ഉണ്ടെന്നാണ് എൻ്റെ ആശയം.
മഗ്ദലക്കാരത്തിയായ മറിയയോട് യോഹന്നാന്റെ സുവിശേഷം 20-15 വാക്യത്തിൽ വരുമ്പോൾ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലൂക്കോസിന്റെ വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 20-15 വരുമ്പോൾ മഗ്ദലക്കാരത്തി മറിയോടും ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ബഹുമാനക്കുറവ് കൊണ്ടല്ല, ആദരവിൽ നിന്ന് തന്നെ, ആദരവോട് കൂടി സ്നേഹം കൂടി ചേർത്തുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഔപചാരികമായിട്ടുള്ള ഒരു സംവാദം അല്ലെങ്കിൽ സംബോധനയാണ് കർത്താവ് അവിടെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, കർത്താവ് ബാലനായിരുന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ വന്നതിന് ശേഷം തിരികെ പുരോഹിതന്മാരുമായിട്ടും സംവാദിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ആ സംവാദങ്ങളൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കർത്താവ് അവിടെ നിന്ന് മടങ്ങി, നമ്മൾ വായിക്കുന്നത് അവൻ കുടുംബത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാലൻ, ഒരു കുഞ്ഞ്, ഒരു മകൻ എന്നുള്ള നിലയിൽ കർത്താവ് കീഴടങ്ങിയിരിക്കേണ്ടതായ കാലയളവ്, കുടുംബത്തോട് ചേർന്ന് നിൽക്കേണ്ടതായിരിക്കുന്ന ആ ഒരു കാലയളവ് കർത്താവ് കൃത്യമായ നിലയിൽ മാതാവിനോട് ചേർന്ന്, മറിയോട് ചേർന്ന്, കൃത്യമായിട്ട് യോസഫിനൊക്കെ കീഴ്പ്പെട്ട് കുടുംബത്തിലാണ് താനായിരുന്നത്. എന്നാൽ ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ ഒഫീഷ്യലി ആ കാര്യങ്ങൾ അവിടെ കുടുംബ ബന്ധത്തെക്കാൾ ഉപരി തൻ്റെ ദൗത്യത്തെ കർത്താവ് എടുത്ത് കാണിക്കുന്നു. കർത്താവ് എടുത്തു പറയുന്ന ഒരു പ്രത്യേക പ്രയോഗം, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, മറിയയ്ക്കറിയാം കർത്താവ് വീണ്ടെടുപ്പുകാരനാണ്, രക്ഷിതാവാണ്. നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു ശൂലം കൂടെ കടന്നു പോകും എന്നൊക്കെ ഓൾറെഡി മറിയോട് സംവാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന മറിയയ്ക്ക് ഈ കർത്താവ് പറയുന്ന വാക്കുകളെ കൃത്യമായി ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, അമ്മ മകൻ ബന്ധത്തിൽ നിന്ന് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് കർത്താവ് ചുവടുകൾ, അല്ലെങ്കിൽ അതൊരു റിവീൽ ചെയ്യുന്ന ഒരു ആദ്യത്തെ അവസരമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുവരെയും മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ വിവാഹ വേദിയിലേക്ക് വരുമ്പോൾ ആ ഭവനത്തിൽ വെച്ചാണ് കർത്താവ് താൻ ദൈവമാണ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട്, ഇത് യോഹന്നാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഹന്നാൻ തൻ്റെ എഴുത്തില് കർത്താവ് ചെയ്ത ആദ്യത്തെ അടയാളം ഏറ്റവും ആദ്യമായി തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ്, അല്ലെങ്കിൽ കർത്താവ് ആ കുടുംബത്തിൽ അടങ്ങിയിരുന്ന മകൻ എന്നുള്ള നിലയിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് താൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു, താൻ ആരായിരിക്കുന്നു എന്നത് വെളിപ്പെടുത്തുവാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത ഒരു വേദിയാണ് ഈ വേദി എന്ന് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനോട് വിളിച്ചിട്ട്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറിയയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന വാക്യമാണ്. അപ്പോൾ അവിടെ മറിയയ്ക്ക് നമ്മൾ വിശ്വാസികളുടെ മാതാവ് എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു ട്രാൻസ്ലേഷൻ അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ശിഷ്യനാണ്. ശിഷ്യൻ എന്നതിലുപരി വിശ്വാസികൾ, അല്ലെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ സഭാ കൂടി പെന്തക്കോസ്ത് നാളിൽ കൂടുമ്പോൾ തന്നെ ഈ മറിയ അടക്കമുള്ളവർ അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കെയർ, അല്ലെങ്കിൽ ഒരു സ്ഥാനം വിശ്വാസികളുടെ, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച ആദ്യത്തെ, അല്ലെ കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടി തന്നെ വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുത്ത മറിയയെ കർത്താവ് യോഗ്യമായ നിലയിൽ തൻ്റെ മാതാവ് എന്നുള്ള നിലയിലും വിശ്വാസികളുടെ മാതാവ് എന്നുള്ള നിലയിൽ ഉയർത്തി കാണിക്കുന്നതായിട്ട് കാണും. ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുന്നു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മറിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇത് ക്രൂശിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു മൂത്ത മകന്റെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മകന്റെ ഹൃദയത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ സ്വാഭാവിക പ്രതികരണം എന്നതിലുപരി കർത്താവ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന വിഷയം, മറിയയ്ക്ക് വിശ്വാസികളുടെ ഗണത്തിൽ ഒരു പ്രയോറിറ്റി യോഹന്നാൻ മുഖാന്തരം അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതിലും വിശാലമായ ആശയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൂടുതൽ ചിന്തകൾ തരാൻ നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുക. മറിയ എന്ന് പറഞ്ഞാൽ കേവലം യേശുവിന്റെ അമ്മ എന്നുള്ള ആ ഒരു ചിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയല്ല. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ആദ്യ അടയാളത്തിൽ മറിയയെ യോഹന്നാൻ കൊണ്ടുവരുന്നത് ആ ഒരു രംഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷമായിരിക്കാം സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമായിരിക്കാം സ്വാഭാവികമായിട്ട് യോഹന്നാൻ ഇത് എഴുതുന്നത്. അതിനു മുമ്പ് എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഈ വിഷയം എഴുതുന്നത്. അപ്പോൾ ആ എഴുത്തിന് കുറച്ച് ഹൃദ്യതയുണ്ട്. അപ്പോൾ യേശുവിനെ
അമ്മയായ മറിയ എങ്ങനെയാണ് കണ്ടിരുന്നത്? നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷ ഉണ്ടാകണം. എന്നാൽ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ നിയോഗം എന്താണ്, അവരെന്തിനു വേണ്ടി ജനിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ചിന്താഗതിയെല്ലാം ഭൗമികമാണ്. പറ്റുമെങ്കിൽ ഓസ്ട്രേലിയ പോകണം, UK പോകണം, അല്ലെങ്കിൽ USA പോകണം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്താഗതി. അവർ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ റിച്ചായിട്ട് ജീവിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. എന്നാൽ മറിയയെ സംബന്ധിച്ച് യേശുവിനെ കുറിച്ചുണ്ട് മറിയയ്ക്കുണ്ടായിരുന്ന ആ ബോധ്യം, ഇവൻ വീണ്ടെടുപ്പുകാരനാണ്, ഇവൻ വാഗ്ദത്തം മെശിഹയാണ്, അതുകൊണ്ട് ഇവന് ഈ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് കഴിയും എന്നുള്ള വിഷയം, ആ ബോധ്യം മറിയയ്ക്കുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സിമ്പിളായിട്ട് ഇവർക്ക് വീഞ്ഞില്ല, തികഞ്ഞില്ലെന്ന് പറയായിരുന്നു. തികഞ്ഞില്ലെന്നല്ല മറിയ പറയുന്നത്, ഇവർക്ക് വീഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും താനായിരിക്കുന്ന സമൂഹത്തിന്റെ കുറവുകൾ, അത് സംബന്ധിച്ച് വ്യക്തമായൊരു ബോധ്യം മറിയയ്ക്കുണ്ടായി. അതൊരു കുടുംബത്തിലെ വിഷയമാണ്. നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ സഭ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, സ്ഥലം സഭകൾ. ഈ സഭയ്ക്കുള്ള ന്യൂനതകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് മറിയമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അതിൻ്റെ ആശയം. എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരുടെ കുടുംബത്തിലെ പരാധീനതകളെ, അവരായിരിക്കുന്ന സമൂഹത്തിലെ, അവരായിരിക്കുന്ന സാഹചര്യത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുക. കർത്താവിനെ അറിയത്തില്ല, കർത്താവിന് കൃത്യമായിട്ട് അറിയാം, കാരണം കർത്താവ് ദൈവമാണ്. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ വിഷയം കൊണ്ടു ചെല്ലുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഒരു പാഠം മറിയ പ്രാരംഭമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്താണ്? കർത്താവിന്റെ സന്നിധിയിലേക്ക് വിഷയവുമായിട്ട് അടുത്ത് ചെല്ലുവാനായിട്ട് ഇടയായിത്തീരുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വിഷയം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ ചെയ്യുന്ന ഒരു വിഷയം, കർത്താവ് സ്ത്രീയോട് സംസാരിച്ചു, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് മാതാവിനോട് മറിയോട് സംസാരിച്ചു. എന്നാൽ മറിയ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ആ ഒരു വാക്കിൽ മറിയയുടെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളൊന്ന് അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് അവിടെ ഒന്ന് നിന്നിട്ട് ഒന്ന് മറിയായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. മറിയ പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ നിന്ന് എൻ്റെ നാഴിക വന്നിട്ടില്ല. പക്ഷെ മറിയ പറയുന്ന വാക്കെന്താ? അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യും. ആ വാക്കിൽ, ആ ഒരു പ്രസ്താവനയിൽ മറിയയുടെ ഹൃദയത്തിൽ കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ സംഭവിക്കുമെന്ന് മറിയക്കറിയാം. എന്നാൽ കർത്താവ് അവിടെ മറിയ അവിടെ പറയുന്ന വിഷയം, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങളെ ചെയ്യുവേ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യുവാനായിട്ട് അവരുടെ വേലക്കാർ വില്ലിങ് ആയി തീർന്നു. ഇതൊക്കെ ഒത്തിരി വശങ്ങൾ നമുക്ക് ഈ വിഷയങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിയും. മറിയ അവരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്തു കൊള്ളണം. യേശു എന്ത് കൽപ്പിച്ചു? 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വിഷയങ്ങൾ എല്ലാ വാക്യം നമ്മൾ വായിക്കുന്നില്ല. അവിടെയുള്ള കൽപാത്രങ്ങൾ നിറയ്ക്കുവാനായിട്ട് വക്കോളം അവർ നിറച്ചു. നിറപ്പാനായിട്ട് കർത്താവ് പറഞ്ഞു, അവർ വക്കോളം നിറച്ചു. അല്ലെ? കർത്താവ് വക്കോളം നിറയ്ക്കാൻ പറഞ്ഞോ? യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ, 7-ാം വാക്യം, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി. എന്ന് പറഞ്ഞാൽ മറിയ ഒരു കാര്യം പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിച്ചോളണം. അവൻ എന്ത് പറഞ്ഞു? നിറപ്പിനെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? വക്കോളം നിറച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അനുഗ്രഹത്തിന് ഒരു പരിധിയും വേണ്ട. അവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം എന്നുള്ള ഒരാഗ്രഹവും അനുഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഈ വേലക്കാരുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്പർശിക്കേണ്ട, നമ്മുടെയൊക്കെ ചിന്താഗതിയെ ഒന്ന് പുതുക്കേണ്ട ഒരു വിഷയം. കർത്താവിനോട് നാം ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ലിമിറ്റ് വെച്ചാ, എന്നാൽ ചിലരങ്ങനെയല്ല, വളരെ വിശാലമായിട്ട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് തരുന്ന പാഠം, ഈ വേലക്കാര് അവര് വക്കോളം നിറച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രത്യേക വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ്. അപ്പൊ യേശു കർത്താവ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ, കർത്താവ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട്
ആദ്യമായി വന്നപ്പോൾ കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെട്ട വിശ്വാസത്തിന്റെ പ്രവൃത്തി അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കർത്താവ് നിങ്ങൾ നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചപ്പോൾ അവർ ഹൃദയത്തിന്റെ വിശ്വാസത്തെ, അത് കർത്താവിന് പുസ്തകം എക്സൈറ്റിംഗ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം കർത്താവ് ആദ്യമായിട്ടൊരു അത്ഭുതം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ദൈവം എന്നുള്ള നിലയിൽ കർത്താവ് നിൽക്കട്ടെ, കർത്താവ് ആദ്യമായിട്ടൊരു അത്ഭുതം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ താൻ തൻ്റെ മുമ്പിൽ കാണുന്ന ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി, ഒന്ന് മറിയയുടെ വാക്ക്, അവൻ എന്ത് കൽപ്പിച്ചാലും ചെയ്യുവിൻ. രണ്ട്, നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടാകരുത്. കർത്താവ് അത്രയും നിറയ്ക്കേണ്ട എന്ന് പറഞ്ഞില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, വാരി ഇത് കോരി ഇത് എടുത്തു കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠം, ആ വീട്ടുടയവന് ഏറ്റവും ഹ്യൂമിലിയേഷൻ ഉണ്ടാകുന്ന, ഇൻസൾട്ടേക്ക് ആകുന്ന, നിരാശ ഉണ്ടാകുന്ന, വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് അവിടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മുഖാന്തരം എന്ന് പറയുന്നത്, ഈ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് ഒരു അവസരം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ കർത്താവിങ്കലേക്ക് വരിക എന്നുള്ളത്, നമ്മള് 2 കൊരിന്ത്യർ 12:9 വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് ബലഹീനതയിൽ മതി, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ നമ്മുടെ ന്യൂനതകളിൽ, നമ്മുടെ ബലഹീനതകളിൽ മതിയായ കൃപ തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിലേക്ക് പൂർണ്ണ ആശ്രയത്തോടെ കടന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പിന്നെ നമുക്ക് വളരെ ഭാരങ്ങളുള്ള വ്യക്തികൾ, ആത്മീയ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, ഭൗമിക ജീവിതത്തിലും ഭാരങ്ങളുണ്ട്. ആത്മീയത്തെക്കാളും ഉപരി ഭൗമിക ജീവിതത്തിലാണ് നമുക്ക് ഭാരം കൂടുതൽ. എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും, എങ്ങനെ മക്കളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഭാരം കൂടുതലാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. മറിയ കൊണ്ട് ഇടാൻ ചെന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ, നാഴികയായിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കർത്താവാണ് യേശു കർത്താവ്. അവിടെ കൽപാത്രങ്ങളിൽ നിറയ്ക്കപ്പെട്ട പച്ചവെള്ളം, അത് വീഞ്ഞല്ല, അത് പച്ചവെള്ളമാണ്. എന്നാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് വേലക്കാർ അത് വിശ്വാസത്തോടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ വാക്കനുസരിച്ച് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയെ തീർന്നു. ഏറ്റവും സ്വാദിഷ്ടമായ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട്, വൈനായിട്ട്, മുന്തിരിച്ചാറായിട്ട്, വീഞ്ഞായിട്ട് അത് മാറുവാനായിട്ട് ഇടയായി. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പൊ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെ കർത്താവിന്റെ ആദ്യത്തെ കൽപ്പന അല്ലെങ്കിൽ ആദ്യത്തെ അടയാളം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതിലേക്ക് അതിനോടത്തുള്ള ഗുണപാഠങ്ങൾ, പ്രായോഗിക ഗുണപാഠങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുക. 5 പോയിന്റായിട്ട് ഞാൻ ആ വിഷയത്തെ ഒന്ന് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ കാനായിലെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന ആ വീഞ്ഞ്, അത് പച്ചവെള്ളം അത് വീഞ്ഞായിട്ട് മാറി, നല്ല വീഞ്ഞായിട്ട്, അത് ബെസ്റ്റ് ക്വാളിറ്റി. അപ്പൊ കർത്താവിൽ ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ബെസ്റ്റ് ക്വാളിറ്റി സൃഷ്ടിയാണ്. കർത്താവ് പുതുക്കം തരികയല്ല, ബെസ്റ്റായിട്ടാണ് കർത്താവ് പുതുക്കുക, ഏറ്റവും ശ്രേഷ്ഠമായിട്ട്. പക്ഷെ അതിനു മുമ്പ് ചില പ്രോസസ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടായ ഒരു പ്രവർത്തനം ഇവിടെയുണ്ട്. ഒന്ന് മറിയ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ വിഷയം അവതരിപ്പിക്കുന്നു. അവർ തമ്മിലൊരു സംവാദമുണ്ട്. മറിയ വേലക്കാരോട് സംസാരിക്കുന്നു, വേലക്കാര് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. എന്നാൽ അതിൻ്റെ ആത്യന്തിക റിസൾട്ട് എന്ന് പറയുന്നത് ഒരു രൂപാന്തരമായിരുന്നു. പച്ചവെള്ളം വീഞ്ഞായി മാറുന്ന ഒരനുഭവം. അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല വീഞ്ഞ്, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വീഞ്ഞ് എന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് വീട്ടുടയവന് അല്ലെങ്കിൽ കല്യാണ നടത്തിപ്പുകാരന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ,
നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരൊക്കെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ ടേസ്റ്റ് ചെയ്യുന്നവർക്ക്, ആരാ നമ്മളെ ടേസ്റ്റ് ചെയ്യുന്നത്? നമ്മളുമായിട്ട് ഇടപെടുന്നവർ, നമ്മളെ കാണുന്നവർ, നമ്മുടെ പ്രവൃത്തികളെ കാണുന്നവർ, നമ്മുടെ ജീവിതത്തെ കാണുന്നവർ, അവർ നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ ടേസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെ അനുഭവിക്കുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, നമ്മൾ ഓക്കെയാണ്, പുതിയ സൃഷ്ടിയ. പക്ഷെ എവിടെയാണ് പുതുക്കം? എത്രത്തോളമാണ് പുതുക്കം? വാസ്തവത്തിൽ പുതുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ദൈവവചനം ഇത് വെറുതെ പറഞ്ഞങ്ങ് പോകുന്ന വിഷയമല്ല. ദൈവവചനത്തിൽ ഓരോ വാക്കും ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് നമ്മുടെ എഡിഫിക്കേഷന് വേണ്ടി, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസം, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതിനുവേണ്ടി കൂടി ദൈവവചനം തരുമ്പോൾ ഈ പുതുക്കം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഗൗരവമായിട്ട്, അത് വ്യക്തിപരമാണ്. ഭർത്താവ് തൻ്റെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ആ പുതുക്കത്തിൽ കൊണ്ടു നടന്നാൽ ഭർത്താവിനാണ് അനുഗ്രഹം, ഭാര്യ കൊണ്ടുപോയാൽ ഭാര്യയ്ക്കാണ് അനുഗ്രഹം, മക്കൾ നടന്നാൽ മക്കൾക്കാണ്. വ്യക്തിപരമാണ് ദൈവസന്നിധിയിൽ ഈ പുതുക്കം. എന്നാൽ ഇതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ട് അവർ നിൽക്കുന്ന കുടുംബത്തെയും, അവർ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബത്തെയും, അവർ ഉൾപ്പെട്ടിരിക്കുന്ന സഭയെയും, അവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തെയും സ്വാധീനിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഞ്ഞു വാഴിക്ക് കൊണ്ടു കൊടുത്തു, വീഞ്ഞു വാഴി രുചിച്ചു നോക്കി, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു. അവിടെ എല്ലാവർക്കും ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി വൈന് അത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അനുഭവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്ര ഉണ്ടായിട്ടില്ലെന്നാണ് അതിൻ്റെ ആശയം. അത് നമ്മൾ കർത്താവ് സ്ഥാനീയമായിട്ട്, പൊസിഷനലി നമ്മളെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഈ ട്രാൻസ്ഫോർമേഷന് നമ്മൾ വിധേയപ്പെട്ട് കൊടുത്തിട്ടില്ല എന്നൊരു പരാജയം നമ്മുടെ മുമ്പിലുണ്ടെന്നതിൻ്റെ ആശയം. ഈ കാനായിലെ കല്യാണത്തിൽ നിന്ന് 5 പോയിന്റുകൾ പ്രധാനമായിട്ട് എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റായിട്ട് തന്നെ ആ വിഷയം പറയണം. നമ്മുടെ പഠനമായതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും എന്ന് പറയാൻ, എപ്പോഴും ഏതു സാഹചര്യത്തിലും കർത്താവിനെ ഒന്ന് വെൽക്കം ചെയ്താൽ, അവൻ നമ്മളോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. അത് താത്വികമായിട്ട് ശരിയാണ്. അത് നമ്മൾ എന്താ പറഞ്ഞത്, സ്ഥാനീയമായിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുകൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി ആകണമെങ്കിൽ നമ്മൾ കർത്താവിനെ വെൽക്കം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കുമ്പോഴും, ഏത് കാര്യങ്ങൾ വരുമ്പോഴും കർത്താവിനോട് ഡിപ്പെൻഡ് ചെയ്ത് കർത്താവിനെ ചേർത്ത് ആ വിഷയങ്ങൾ ചെയ്യുമ്പോൾ കർത്താവാണ് അവിടെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഒരുക്കുന്നത്. മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളിലും ആവശ്യങ്ങളിലും യേശു കർത്താവ് അകന്ന് നിൽക്കുന്നില്ല എന്ന് പറയാൻ, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. കർത്താവാണ് നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചത്. നമ്മൾ കുടുംബമായും സഭയായും സമൂഹത്തിലും ഇങ്ങനെ സാമൂഹികമായി നിൽക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ കർത്താവ് അതിനോട് എന്ന് പറഞ്ഞാൽ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കർത്താവ്, മറിച്ച് സാഹചര്യങ്ങളെ, ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ സാമൂഹിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് കുടുംബത്തിന് കല്യാണക്ഷണം ലഭിച്ചപ്പോൾ കർത്താവിനെയും ക്ഷണിച്ചു. കർത്താവും കുടുംബത്തോട് ചേർന്ന് പോകുവാനായിട്ടുള്ള കാരണം സാമൂഹിക ബന്ധങ്ങൾക്ക് കർത്താവ് വില കൽപ്പിച്ചിരുന്നു. സഭയോടുള്ള ബന്ധത്തിൽ ആത്മീയ കൂട്ടായ്മയ്ക്കായിട്ട് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വിസ്തീർണത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഒറ്റ വാക്കിൽ ആ വിഷയം പറയുന്നതാണ്, കർത്താവ് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നു. അവിടെ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ കർത്താവ് ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ഥലം സഭ, നമുക്കറിയാം സഭയിലും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, ന്യൂനതകൾ, പലതിൻ്റെയും കുറവ് അവിടെയുണ്ട്. പലതും ഇല്ല എന്നറിയാം, നമുക്കും അറിയാം പല കാര്യങ്ങളും അവിടെ ഇല്ല. പക്ഷെ ഈ ഇല്ല എന്നുള്ള ബോധ്യത്തിൽ ഈ വിഷയമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ നമ്മൾ മടിക്കുകയും ആ ഇല്ലായ്മ അവിടെ തന്നെ നിൽക്കുകയും ഈ ഇല്ലായ്മയും വല്ലായ്മയും കുറിച്ച് മറ്റു പലരോടും പറയുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഇല്ലായ്മയ്ക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാകുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. അപ്പോൾ ഈ ഒരു അവസ്ഥ മറിയ ചെയ്തതുപോലെ അവിടുത്തെ ഇല്ലായ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതുമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ സാധിച്ചാൽ, ഇപ്പൊ എല്ലാവരും പോയോ? അവിടെ ഒത്തിരി പേർക്ക് അറിയാം വീഞ്ഞ് തികഞ്ഞില്ല. മറിയയ്ക്ക് മാത്രമല്ല, കാരണം അതിന്റെ ആ കിച്ചൺ സൈഡിലുണ്ട ആ ഏരിയയിൽ ചെല്ലുന്ന എല്ലാവർക്കും അറിയാം വീഞ്ഞ് തീർന്നു എന്നറിയാം. പക്ഷെ മറിയാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു സഭയിൽ ഒരു കുറവ് വന്നു എന്ന് എല്ലാ വിശ്വാസികൾക്കും മനസ്സിലാകാം, കുറെ വിശ്വാസികൾക്ക് മനസ്സിലാകാം. പക്ഷെ ഒരു വ്യക്തി കർത്താവിന്റെ അടുക്കിലേക്ക് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ ഒരു പരിഹാരത്തിന് വേണ്ടി തിരിഞ്ഞു ചെല്ലുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കും. ഇതാണ് കർത്താവ് നൽകുന്ന പാഠം.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ ക്ഷണിക്കുക, കർത്താവിനോട് ചേർന്ന് കാര്യങ്ങൾ ചിന്തിക്കുക. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവിലേക്ക് തിരിയുക. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും കുറവുകൾ, പ്രശ്നങ്ങൾ, വിഷമതകൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് എടുത്തു ചാടി പുറപ്പെടാതെ അതുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. കർത്താവ് ഇന്നൊരു വിഷയം ഉണ്ടെന്ന് പരിഹാരം ഉണ്ടാക്കി തരണം. തീർച്ചയായിട്ടും കർത്താവ് അതിനുള്ള വഴികൾ തുറന്നു തരും. നമ്മുടെയൊക്കെ ഇന്നറിയാം, ഇന്ന് വിശ്വാസികളുടെ പോലും ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങളുമാണ്, പരിഹാരം ഉണ്ടാകുന്നില്ല. ഉടനെ പിരിഞ്ഞു പോകട്ടെ, നമ്മൾ പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, പിരിഞ്ഞു പോകട്ടെ എന്ന് നമ്മളങ്ങ് പറയുക. നമ്മളാ പറയുന്നത്, നമ്മുടെ ജഡമാ പറയുന്നത്. പക്ഷേ പിരിഞ്ഞു പോകാനായിട്ടല്ല കർത്താവ്. നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പം പറയും, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. രണ്ടുപേരും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായാൽ ഉടനെ കാരണന്മാർ പറയാം, അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, നീ ഇങ്ങനെ പോരെ, വേർപിരിയാനുള്ള വഴി. അപ്പൊ ഈ ഉപദേശവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ വരുന്നത് കൊണ്ട് പ്രശ്നം. പക്ഷെ അവിടെ ചെയ്യേണ്ട ഒരു വിഷയം, ദൈവസന്നിധിയിൽ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ പ്രതിസന്ധികൾ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കണ്ട് രണ്ട് വ്യക്തികളാണ് വന്നാൽ ഈ വിഷയവുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കുവാൻ കർത്താവിന് കഴിയും. അത് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലായിരിക്കും. അത് പ്രശ്നമുള്ളവരും പോകണം, പ്രശ്നമുള്ളവരുടെ ബന്ധുക്കളും. അതായത് മറിയയാണ് ഈ വിഷയവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നത്. പേരൻസിന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് കഴിയണം. അല്ലാതെ നമ്മൾ സ്വന്തം ബുദ്ധി പ്രകാരം പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ അത് പ്രശ്നത്തിൽ കലാശിക്കും. അത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ മറ്റ് വിഷയങ്ങളുള്ള ബന്ധത്തിൽ വിദേശ സഭയിലൊരു പ്രശ്നം ഉണ്ടായി, ഉടനെ ചെന്ന് ഞാനൊരു അഭിപ്രായം എന്ന പ്രശ്നം സോൾവ് ചെയ്യുകയല്ല, ആ വിഷയം കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊടുക്കുവാൻ ഒരു വിശ്വാസി ആത്മാർത്ഥമായ ഭാരത്തോടെ ശ്രദ്ധിച്ചാൽ അവിടെ പരിഹാരം കർത്താവ് ഒരുക്കും. മൂന്നാമതായിട്ടുള്ള വിഷയം, നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതിന് അനുസരണ മനോഭാവം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരത്ഭുതം നടക്കുവാനായിട്ട്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം ആ ദാസന്മാർ കാണിച്ച അനുസരണ മനോഭാവം. കർത്താവ് എന്തു പറഞ്ഞാലും ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ള ഒരു ഹൃദയം. മറിയയ്ക്ക് ആ ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷെ മറിയ അവിടെ സെർവൻസ്, അവിടെ ഒരു സോഷ്യൽ പെരുമാറ്റച്ചട്ടം, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. മറിയ അവിടുത്തെ വീട്ടുകാരിൽ ഒരാളാണ്. അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സെർവൻസ് ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞത്, ഈ കർത്താവ് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം, നിങ്ങൾ അത് അതുപോലെ ചെയ്യുവിൻ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരുടെ പ്രത്യേകത എന്താ? അവൻ നിറയ്ക്കാനായിട്ട് പറഞ്ഞു, അവർ വക്കോളം നിറച്ചു. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ കൃത്യമായി നിറവേറ്റുവാനായിട്ട് മനോഭാവമുള്ള, ആത്മസമർപ്പണമുള്ള, വിശ്വസ്തതയുള്ള ദാസന്മാരായിരുന്നു അവർ. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അനുസരണ മനോഭാവം ഉണ്ടെങ്കിൽ, എന്തിനാ കർത്താവ് ഇത് നിറച്ചിപ്പോ ഇനി ഒരു പകുതി പേർ കൂടെ കൊടുക്കാനുള്ളൂ, ഈ 10 ഭരണി നിറയ്ക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, ഒരു 5 കൽപ്പാത്രം പോരെ എന്നാണ് നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അവിടെ ഉള്ളവർ ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന കൽപ്പാത്രം മുഴുവൻ അങ്ങ് നിറച്ചു, അത് വക്കോളം നിറച്ചു. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് ഒരു പരിധിയും വരരുത് എന്ന അവരുടെ ആഗ്രഹം. 2, ഇത് എത്ര നിറച്ചാലും, നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകത്തക്ക നിലയിൽ നിറച്ചാലും കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പല രംഗത്തും കർത്താവ് പറയുന്നുണ്ട്, എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കർത്താവ് പല കാര്യങ്ങളിലും പറയുന്നുണ്ട്. അതിലേക്കും പോകുന്നില്ല. അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമർപ്പണം, ആ സമർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെ 4-മത്തെ വിഷയം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. അവരാഗ്രഹിച്ചത് വീഞ്ഞ് വേണമെന്നേ ഉള്ളൂ, മറിയ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ കർത്താവ് കൊടുത്തപ്പോൾ ഏറ്റവും ബെസ്റ്റ്. അത് രുചിച്ച എല്ലാവർക്കും അതുവരെ കുടിച്ച സകല വീഞ്ഞുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും ടേസ്റ്റി ആയിട്ടൊരു അനുഭവമുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇനി നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കാണുന്നു. 11-ാം വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മറിയയുടെ ഒരു വാക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. മറിയ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കുറവിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ദൈവനാമം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ, നാം വിശ്വാസത്തോടും അനുസരണത്തോടും കർത്താവിനെ പിൻപറ്റിയാൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന്, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നാം മുഖാന്തരം കർത്താവിന്റെ നാമം മഹത്വപ്പെടും. 2,
ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? യോഹന്നാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താ? ശിഷ്യന്മാർ വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഈ കർത്താവിനോട് കൂടെ പോകുന്നത്. ആ വിശ്വാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വിശ്വാസം? അവിടെ നമ്മള് പത്രോസ് അന്ത്രയോസ് പത്രോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, 41-ാം വാക്യം, 1:41, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ അന്ത്രയോസിന്റെ ഫൈൻഡിങ്, കർത്താവിനെ കുറിച്ചുള്ള ആ ബോധ്യം, സ്നാപക യോഹന്നാൻ പറഞ്ഞ ആലോചന അനുസരിച്ച് യോഹന്നാനും അന്ത്രയോസും ഒക്കെ കർത്താവിനെ പിൻപറ്റുമ്പോൾ വാഗ്ദത്ത മശിഹയാണെന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ട്, ആ ബോധ്യം അവർക്കുള്ളത്. ഇതാണ് വാഗ്ദത്ത മശിഹ, അത് ബോധ്യമാണ്. പക്ഷേ കാനാവിലെ കല്യാണം, ആ അവസരം, അവിടെ കർത്താവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഇവൻ വാസ്തവമായും ദൈവപുത്രനാണ്, ഇവനാണ് വാഗ്ദത്ത മശിഹ എന്ന് അവർ വിശ്വസിക്കുവാനായിട്ടിടയെ. അതുവരെ വിശ്വസിച്ചില്ല. ആ വിശ്വാസത്തിന് രണ്ടും വിശ്വാസം തന്നെയാണ്. രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കൺവിക്ഷന, എന്ന് പറഞ്ഞാൽ ഇവൻ വാസ്തവമായും വാഗ്ദത്ത മശിഹയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയം. ഒരു കല്യാണത്തിന് പോയി, അവിടെ വീഞ്ഞ് കുറവ് വന്നു, കർത്താവ് ആ വീഞ്ഞ് കൊടുത്തു, അത്രേ വിഷയമുള്ളൂ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് വളരെ ആത്മീക സത്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് മറിയ ആ വിഷയം ഡയറക്റ്റ് ചെയ്തപ്പോൾ മറിയയുടെ ഹൃദയത്തിന്റെ വിശ്വാസം മറിയ അവിടെ വെളിപ്പെടുത്തി. എന്താണ്? തന്റെ ഹൃദയത്തിൽ തന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ഈ മിശിഹ, വാഗ്ദത്ത മിശിഹ, രക്ഷിതാവ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടി ഉരുവായിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ആ രക്ഷിതാവ് ഉണ്ട് എന്നുള്ള കാര്യം മറിയ കൃത്യമായിട്ട് വെളിപ്പെടുത്തി യേശുവിനോട് പറയുക, ഇവർക്ക് കുറവുണ്ട്, ഇവർക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ടൈം ആയിട്ടില്ല. അപ്പോൾ തന്നെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാ കൽപാത്രങ്ങളിലും വീഞ്ഞ് നിറയും, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ കർത്താവിന് അതിൻ്റെതായ ഒരു ടൈമുണ്ട്, അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, ഒരു ക്രമമുണ്ട്. അപ്പോൾ മറിയയ്ക്ക് അത് മനസ്സിലായി. ഒറ്റ വാക്കിൽ മറിയയ്ക്ക് ആ വിഷയം മനസ്സിലായി. എന്ത് മനസ്സിലായി? കർത്താവ് പ്രവർത്തിക്കും എന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചോണം. ആ കേട്ട വേലക്കാരോ അവർ അതിൽ കൂടുതൽ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ ദാസ്യന്മാരെന്നുള്ള നിലയിൽ നമ്മുടെ മനോഭാവത്തിന് ഈ ഒരു വിധേയത്വം, കർത്താവ് നീ എന്തു പറഞ്ഞാലും അനുസരിക്കുവാൻ ഞാൻ റെഡിയാണ് എന്നൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെസ്സിങ്, അനുഗ്രഹം നമുക്ക് മാത്രമല്ല, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അത് ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ആ അത്ഭുതത്തെ ഒരു മുഖാന്തരമാക്കി. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുവാൻ, സഭയ്ക്കുള്ളിൽ വെളിപ്പെടുവാൻ, കുടുംബത്തിൽ വെളിപ്പെടുവാനായിട്ട് നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം ഒരു മുഖാന്തരമായി തീരും. രണ്ട്, കർത്താവിൽ നമുക്കുള്ള വിശ്വാസം ഒരു പടി കൂടെ മുന്നോട്ട് വർദ്ധിച്ചു വരുവാനായിട്ട്, അത് ശരിയായ ഒരു ട്രാക്കിലെ, നമുക്ക് കർത്താവിനെ കുറിച്ച് വിശ്വാസമുണ്ട്, എന്നാൽ അത് ആയിരിക്കേണ്ടതുപോലെ ആയി തീരുവാനായിട്ട് ഈ അത്ഭുതം മുഖാന്തരമായി തീരും, ഈ രൂപാന്തരം. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ കാനാവിലെ കല്യാണപ്രകാരം ഞാൻ എത്രത്തോളം മറിയയെ പോലെ എൻ്റെ കർത്താവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതുപോലെ എനിക്കൊരു വിശ്വാസം ഈ കർത്താവിനുണ്ടായിരുന്നു, ഈ ദാസന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ ഒരു അനുസരണ മനോഭാവം. കർത്താവ് നീ എന്തു പറഞ്ഞാലും നീ പറയുന്നതിനോട് കൂടെ അത് വക്കോളം നിറയ്ക്കുന്ന ഒരു സമർപ്പണം. അതിനാ സമർപ്പണത്തിന് ഒറ്റ കാരണമുള്ളൂ, വിശ്വാസം. കർത്താവ് പ്രവർത്തിക്കും, ആ പ്രവൃത്തി ഏറ്റവും പൂർണ്ണതയിൽ വരണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു പ്രവൃത്തി, അനുസരണ മനോഭാവം. മൂന്നാമതായിട്ട്, എന്ത് ചെയ്താലും കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ ചേർത്ത് കൂടെ നിർത്തി മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും കർത്താവിന്റെ ഒരു ഗൈഡൻസ്, കർത്താവിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വരുന്ന ദിവസങ്ങളിൽ കർത്താവിനെ വ്യക്തിപരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ, ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട്, ചേർന്ന് നിൽക്കുവാനായിട്ട്, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ടൂളായിട്ട് നമുക്ക് മാറുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.